എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ST ജോസഫ്സ് കോളേജ് ദേവഗിരി ഓട്ടോണോമസ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം എന്നുള്ളത് ഒരു വിദ്യാർത്ഥി സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ST ജോസഫ്സ് കോളേജ് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് devagiri.college.org എന്നുള്ള വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റാണ് ST ജോസഫ്സ് കോളേജ് ഓട്ടോണോമസ് കോളേജിൻ്റെ ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ 19ഓളം ഓട്ടോണോമസ് കോളേജ് ഉണ്ട്. അതിലൊന്ന് ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന മഹാരാജാസ് കോളേജാണ്. അതുപോലെ തന്നെ പിന്നീട് ഫറൂഖ് കോളേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 19 കോളേജാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജ് ഓട്ടോണോമസ് കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ അതത് ഓട്ടോണോമസ് കോളേജുകളുടെ വെബ്സൈറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോണോമസ് കോളേജിലേക്കുള്ള ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം 3-ാം തീയതി വരെയൊക്കെ ഈ ഒരു ഡിഗ്രി കോഴ്സിലേക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതത് ഓട്ടോണോമസ് കോളേജ് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഈ ഒരു ഓട്ടോണോമസ് കോളേജ് ലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഓട്ടോണോമസ് കോളേജുകൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റുകളൊക്കെ ഈ ഒരു നെറ്റിൽ അതായത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ 19 ഈ ഒരു ഓട്ടോണോമസ് കോളേജാണ് ഈ ഒരു കേരളത്തിലുള്ളത്. അപ്പോൾ അത് വിവിധ യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ്. ഈ ഒരു ഓട്ടോണോമസ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ FIUGP അഡ്മിഷൻ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻസ് ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഉൾപ്പെടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാളെ അതായത് ജൂൺ 3-ാം തീയതി വൈകിട്ട് 3 മണി വരെ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ക്ലിക്ക് ഹിയർ ഫോർ മോർ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇതിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് മെയ് 10-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷയുടെ ആ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് 11-ാം തീയതി രാവിലെ 10 മണി മുതലായിരുന്നു. അതായത് മെയ് 11-ാം തീയതി. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അതായത് ഓപ്ഷൻസിൽ എഡിറ്റ് അല്ലെങ്കിൽ മാർക്ക് എൻട്രി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ 28-ാം തീയതി മുതലായിരുന്നു. അത് മെയ് 28-ാം തീയതി ആയിരുന്നു അതിൻ്റെ ആ ഒരു ഡേറ്റ് ഉള്ളത്. അതായത് എഡിറ്റിംഗ് ചെയ്യാനും ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അതായത് ഈ ഒരു ആദ്യത്തേത് എന്ന് പറയുന്നത് ഓപ്പൺ ഫോർ എഡിറ്റിംഗ് ഇൻ ദ ആപ്ലിക്കേഷൻ ഓർ മാർക്ക് എൻട്രി അതായത് മാർക്ക് എൻട്രിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസരം വരുന്നത് ഏത് തരത്തിലുള്ളതായിരുന്നാലും 28-ാം തീയതി മെയ് 28-ാം തീയതി മുതലായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെയ് 30-ാം തീയതി വൈകിട്ട് 3 മണി വരെയാണ്. അപ്പോൾ പബ്ലിക്കേഷൻ അത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇന്നലെയായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാർക്കായാലും ആപ്ലിക്കേഷനിലെ തെറ്റായാലും അത് ഏത് വിധത്തിലുള്ള തെറ്റുകളായാലും നിങ്ങൾക്ക് നാളെ അതായത് ഈ ഒരു ജൂൺ 3-ാം തീയതി വൈകിട്ട് 3 മണി വരെ ഇതിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത് 5-ാം തീയതിയാണ്. അതായത് ജൂൺ 5-ാം തീയതിയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10-ാം തീയതിയും അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റ് 15-ാം തീയതിയും അതുപോലെ ഫോർത്ത് അലോട്ട്മെൻറ്റ് ജൂൺ 18-നുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് അതായത് ഫോർത്ത് അലോട്ട്മെൻറ്റ് 18-ാം തീയതിയാണ് ജൂൺ 18-ന്. അതുപോലെ വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു ജൂൺ 21-നും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് 26-ാം തീയതിയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഓട്ടോണോമസ് കോളേജിലെ ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഈ ഒരു അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. ട്രയൽ അലോട്ട്മെൻറ്റിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നോക്കാം എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓരോ ഘട്ടത്തിലും അഡ്മിഷൻ അല്ല, ഓരോ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഇൻറ്റിമേഷൻ സ്ലിപ്പ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോയിട്ട് അവിടെ അഡ്മിഷനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അതായത് ഈ ഒരു പ്രോസ്പെക്ടസ് ജസ്റ്റ് PDF രൂപത്തിലല്ല, ഇതിലുള്ള ഒരു ജസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിലേക്കും അഡ്മിഷനായിട്ട് അതായത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എടുക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ്റെ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെ, അതുപോലെ തന്നെ SC ST വിഭാഗത്തിലുള്ളവർക്ക് വേണ്ട കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ്, അതുപോലെ OBC
അതുപോലെ മറ്റ് വിഭാഗങ്ങൾ SCBC വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, ഇനി പറയുന്നവരുടെ ഒറിജിനലും അതുപോലെ ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ലിസ്റ്റ് ആണ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ വാലിഡിറ്റി 6 months ആണ്. അത് കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് റിസർവേഷൻ അതുപോലെ ബോണസ് പോയിന്റ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് കൺസെഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അത് എന്തെങ്കിലും അതായത് കൺസെഷൻസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ട് നിങ്ങൾക്ക് പാരിഷ് പ്രീസ്റ്റിൻ്റെ ലെറ്റർ ആവശ്യമാണ്. അതായത് നിങ്ങൾ ഈ ഒരു സിറിയൻ കത്തലിക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ടെസ്റ്റ് മണി അല്ലെങ്കിൽ ലെറ്റർ ഫ്രം പാരിഷ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ടാണ് ആ ഒരു ലെറ്ററിൻ്റെ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ST ജോസഫ് കോളേജസിൽ ഓട്ടോണമസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CAP ID നിങ്ങൾക്ക് ആവശ്യമാണ്. അത് നിങ്ങൾ CAP ID നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CAP ID ലഭിക്കുന്നതായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി. അപ്പോൾ ആ ഒരു CAP ID കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമാണ്. അത് നിങ്ങളില്ലെങ്കിൽ അതാക്കുക. അപ്പോൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ ഈ ഒരു ജൂൺ 7 തീയതി വരെയാണ് നിലവിൽ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണോ അതിൻ്റെയൊക്കെ ഒറിജിനൽ ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, ബോണസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് റിസർവേഷൻ ആയിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് തെളിയിക്കുന്നതിനും അതുപോലെ തന്നെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ +2ൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ തെളിയിക്കാൻ ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ കോപ്പിയും അതുപോലെ തന്നെ ഒറിജിനലും കയ്യിൽ കരുതേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ എങ്ങനെ ഈ ഒരു അതായത് നിങ്ങൾക്ക് ഈ ഒരു അതായത് ഇതിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും ഇതുപോലെ മുകളിലായിട്ട് ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, അതുപോലെ മെയിൻ റാങ്ക് ലിസ്റ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ ലിങ്കുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ചുള്ള ആ ഒരു ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. എങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് അറിയാമെന്നുള്ള കാര്യങ്ങളും അതുപോലെ എങ്ങനെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാമെന്നതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു നിർദ്ദേശങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അറിയുന്നതിനായിട്ട് ഇവിടെ എയ്ഡഡ് അതുപോലെ സെൽഫ് ഫിനാൻസ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. എയ്ഡഡ് കോളേജുകളുടെ ലിസ്റ്റ് അറിയുന്നതിനായിട്ടാണ്. അതായത് എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് കോഴ്സസിലെ ആ ഒരു റാങ്ക് ലിസ്റ്റ് അറിയുന്നതിനായിട്ട് എയ്ഡഡും സെൽഫ് ഫിനാൻസിലെ ആ ലിസ്റ്റ് അറിയാനായിട്ട് സെൽഫ് ഫിനാൻസും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ് അറിയേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും അത് ജനറൽ മെറിറ്റ് സീറ്റ്, അതായത് ജനറൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റ്, കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ്, അതുപോലെ SC ST വിഭാഗത്തിലുള്ള സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. ഏതിൻ്റെ ആ ഒരു ലിസ്റ്റാണ് അറിയേണ്ടത്, ഏത് കോഴ്സിൻ്റെ അറിയേണ്ടത് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു PDFൽ കറക്റ്റായിട്ട് ആ ഒരു കോഴ്സിൽ ഓരോ വിദ്യാർത്ഥികളെയും ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ റാങ്ക് 21 വരെ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് കൺഫേം ലിസ്റ്റാണ്. അതായത് ഇവർക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കും. അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് മുകളിലുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ആരെങ്കിലും അവിടെ അഡ്മിഷൻ ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നേടാതെ മറ്റൊരു കോഴ്സിലൊക്കെ അഡ്മിഷൻ നേടുമ്പോൾ അവിടെ ആ ഒരു സീറ്റ് ഉറപ്പായിട്ടും വേക്കൻ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൺഫേം ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. കൺഫേം ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥികൾ മറ്റൊരു കോഴ്സിൽ മാറുന്ന സമയത്ത് അവിടെ ആ ഒരു സീറ്റ് വേക്കൻസി വരികയും അതിനുശേഷം നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു എപ്പോഴാണ് എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ഇൻറ്റിമേഷൻ ലെറ്ററിലാണ് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റിമേഷൻ ലെറ്റർ അതായത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും വിദ്യാർത്ഥികൾക്ക് ഇൻറ്റിമേഷൻ ലെറ്റർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇൻറ്റിമേഷൻ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ലെറ്ററാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സമയം വളരെയധികം ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു അതായത് 5-ാം തീയതിയാണ്, ജൂൺ 5-ാം തീയതിയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ ലെറ്ററിൽ നിങ്ങൾ എപ്പോഴാണ് ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ദേവഗിരി കോളേജിൻ്റെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റില്ല, പകരം ഫസ്റ്റ് അലോട്ട്മെൻറ്റാണുള്ളത്. അതുപോലെ തന്നെ ഓരോ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂ ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ചെക്ക് ചെയ്യുകയും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റുകളും അതുപോലെ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ എല്ലാ ഡോക്യുമെൻറ്റുകളുടെ കോപ്പിയും സഹിതം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതല്ല ആ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പങ്കെടുത്തിട്ട് അവിടെ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.